അപ്പോൾ ഗായ്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിന്ന് വട്ടവടയ്ക്ക് നമ്മുടെ കുറേ ഫ്രണ്ട്സിൻ്റെ ടൂർ പോവുകയാണ്. അപ്പോൾ അങ്ങോട്ട് പോകുമ്പോഴുള്ള ചെറിയ ചെറിയ കുഞ്ഞു കാഴ്ചകൾ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. എല്ലാവരും വണ്ടിയിൽ ആകാംക്ഷയോടെ കാത്തിരിക്കുകയാണ്. പക്ഷേ ഇതുവരെ കണ്ടിട്ടില്ല. നമ്മൾ ഫോൺ വഴി കാണും. വട്ടവട ലക്ഷ്യമാക്കി നമ്മൾ നീങ്ങിക്കൊണ്ടിരിക്കുകയാണ് ഗായ്സ്. എല്ലാവരും 4 സൈഡിലേക്കും കണ്ണു നട്ടിരിക്കുകയാണ്. ഇല്ല, അവൻ ഒരു സൈഡിലേക്ക് നോക്കാൻ പറ്റുള്ളൂ. നീ ഒരു സൈഡിലേക്ക് മാത്രം നോക്കിയാൽ മതി. 4 സൈഡിലേക്ക് നോക്കി ഞങ്ങൾ സമ്മതിക്കില്ല. ഒരു സൈഡിലേക്ക് മാത്രം. അത് ശരിയാവില്ല. അടുത്തൊന്നുമില്ല. അടിപൊളി സ്ഥലം ഇതായിരിക്കും. അവർ ഇറങ്ങരുതെന്ന് എനിക്ക് പറഞ്ഞതാണ്. അവിടെ നിന്ന് ഈ സൈഡിൽ നിന്ന് വ്യൂ ഞാൻ കാണിച്ചു തരാം. ആട്ടി കൊള്ളാം, നല്ല രസമുണ്ട് ഗായ്സ്. അടിപൊളി അടിപൊളി. എന്നാ രസമെന്ന് കാണാൻ. അരി ഇവിടെ വന്നിട്ട് അരി നേരത്തെ നിങ്ങൾ ഈ വണ്ടിയിലിരിക്കുന്ന ആരെങ്കിലും ഇവിടെ വന്നിട്ടുണ്ടോ നേരത്തെ? 4ാമത്തെ പ്രാവശ്യം. ബാക്കിലിരിക്കുന്ന ആരെങ്കിലും ആണോ? അളിയന് ഇവിടെ വണ്ടിയുടെ ലോൺ കൊടുക്കല. അപ്പൊ അളിയന് ഇടയ്ക്കിടയ്ക്ക് ഇവിടെ വരാറുണ്ട്. അപ്പൊ അളിയൻ സൂക്ഷിച്ച് വന്നിട്ട് ഞാൻ ഉറപ്പൊന്നറിയോ, പിടിച്ചിരുന്ന ആൾക്കാരുണ്ടല്ലോ ലോൺ മേടിക്കാൻ വേണ്ടി. അത് പിടിച്ച് കുത്തി വെച്ച് തരും. അപ്പൊ നോക്കി കാണുന്ന പണി അല്ലേ? അലിയുണ്ടല്ലോ ഇരിക്കണ ഇരിപ്പുണ്ടോ? ഇതുവരെ ഗുണ്ടാ ലെവലിലാണ് ഇരിക്കണേ. അളിയനൊരു പ്രൊട്ടക്ഷനായിട്ട് അലിയനെ ഇരുത്തേക്കുക. ആണോ? ഒന്നും മിണ്ടറോ ഇല്ല, ഒന്നുമില്ല, ചിരിക്കണോ ഇല്ല. ആ, എല്ലാം നല്ല ലെവലിൽ സെറ്റായിട്ടിരിക്കണേ. എപ്പോ ആണെങ്കിലും എന്ത് സംഭവിച്ചാലും ചാടി ഇറങ്ങാം. അതാണ് ദൈവമുണ്ടോ. വിറകൊക്കെ ഗുണമുണ്ടോ? യുക്കാരി വിറക് ഗുണമാണ്. ചേച്ചിമാര് ഉണ്ടോ? എന്നാ പറയാനെന്ന് കേട്ടില്ല ശരിക്കും. ആരാ പറ്റിച്ചത് പറഞ്ഞേ? ബാക്കിലിരിക്കുന്ന അളിയൻ ആര്യയുടെ കല്യാണം കഴിഞ്ഞപ്പോ ഊട്ടിക്കൊണ്ടുപോകാന്ന് പറഞ്ഞ മൈസൂരാണ് പറഞ്ഞത്. നേരെ കൊണ്ടുവന്നിട്ട് നേരെ വഴി കറങ്ങി വണ്ടി ഊട്ടി അറിയാതിരിക്കാൻ വേണ്ടി. എന്നിട്ട് ഇപ്പുറത്തെ കൂടെ കയറി ഇത് കൊണ്ടുവന്നിട്ട് വട്ടവട കൊണ്ടുവന്നു. ഇതാണ് ഊട്ടി എന്നൊക്കെ പറഞ്ഞോ? ഊട്ടിയാണ്. അതാണ് കൊള്ളാം ഗായ്സ്. അപ്പൊ നമ്മള് വട്ടവടയുടെ പ്രാന്തപ്രദേശങ്ങളിലേക്ക് കടന്നിരിക്കുകയാണ് ഗായ്സ്. കണ്ടോ? അതാണ് അടിപൊളി. പാടങ്ങളും കാര്യങ്ങളെല്ലാം കാണാൻ ഇവിടെ നോക്കിയാട്ടോ. അടിപൊളി. അപ്പോൾ ഗായ്സ് നമ്മളിതേ വട്ടവടയാണ്. വട്ടവടയിലെ അടിപൊളി കുറച്ച് കാഴ്ചകളാണ്. നമ്മൾ കുറച്ച് ഫ്രണ്ട്സായിട്ട് വട്ടവടയ്ക്ക് വന്നാണ്. രാവിലെ പോകുന്നു, തിരക്കൊന്നും ഇല്ലായിരുന്നു. അപ്പോൾ നമ്മൾ വട്ടവടയിലെ കുറച്ച് കാഴ്ചകളാണ് ഇന്നത്തെ വീഡിയോയിൽ. അപ്പോൾ നമുക്ക് കാഴ്ചകളെ കാണാം എങ്ങനെയുണ്ടെന്നൊക്കെ. ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങോട്ട് വരുന്നത്. അപ്പോൾ നമ്മുടെ കൂട്ടുകാരെല്ലാം ഇറങ്ങി വന്നിട്ടുണ്ട് അതെ ഗായ്സ് വട്ടവട കാണാൻ വേണ്ടി. ശരിക്കും വട്ടവട ഇത് തന്നെയാണോ? ആണോ? ഇത് തന്നെ. ആ, കൃഷിപ്പാടങ്ങളും വട്ടവടയുടെ ആ സുന്ദരമായിട്ടുള്ള ഗ്രാമങ്ങളും പ്രദേശങ്ങളും എല്ലാമാണ് ഗായ്സ് നമ്മൾ കാണുന്നത്. കണ്ടോ? എങ്ങനെയുണ്ട് വട്ടവട? അടിപൊളി. അലിക എങ്ങനെയുണ്ട്? കൊള്ളാവോ? നിങ്ങളുടെ അഭിപ്രായം പറഞ്ഞാലോ. ഇത് കണ്ടിട്ട് എങ്ങനെയാണെന്ന് ഫീൽ പറഞ്ഞു. അളിയാ എങ്ങനെയുണ്ട്? ആര്യ അടിപൊളി, സൂപ്പർ. വരുന്നതാണ് കാർഷിക മേഖല. ആണോ? ഇതിലോ താഴോട്ട് നമുക്ക് ഇറങ്ങി പോകാൻ പറ്റുമായിരിക്കും വണ്ടി ഇങ്ങോട്ട്. ഇതേ വഴി അങ്ങോട്ട് പോവോ? ആണോ? ആ, നമ്മൾ ഈ താഴെ കാണുന്ന വഴിയുണ്ടോ? വഴിയിലൂടെ ആട്ടോ താഴോട്ട് ഇറങ്ങി പോകുന്നത്. ഇവിടെ സ്ട്രോബറിയും കാര്യങ്ങളൊക്കെ ഉണ്ട് താഴെ. അങ്ങ് താഴെ നമ്മൾ ഞങ്ങോട്ട് പോകാൻ പോകുന്നുള്ളൂ. തോട്ടമുണ്ട് വേറെ, അവിടെ എത്തണേ ഉള്ളൂ. എല്ലാവരും നല്ല അടിപൊളിയായിട്ട് ഇരുന്ന് വീഡിയോസും ഫോട്ടോസൊക്കെ എടുക്കുകയാണ്. ഇവിടെ വന്നു കഴിഞ്ഞാണല്ലോ ഏറ്റവും മനോഹരമായിട്ടുള്ള കാഴ്ചകളാണ് ഗായ്സ് നിങ്ങൾ കാണുന്നത്. കണ്ടോ? അടിപൊളി. ഇപ്പോൾ നമ്മൾ വട്ടവട എത്തി ഗായ്സ്. വട്ടവടയുടെ കാഴ്ചകളാണ്. ഇവിടെ KSRTC ബസ്സുകളെല്ലാം വന്ന് അവിടെ ഇവിടെയും ബ്ലോക്കായി എല്ലാം തിരിച്ചുകൊണ്ടിരിക്കുകയാണ്. കണ്ടോ? ഇവിടെ വന്ന് KSRTC വരുമ്പോൾ ഇവിടെ വരെ ഉള്ളൂ കേട്ടോ. ഇവിടെ വന്നിട്ട് നമ്മളത് ആളുകളൊക്കെ ഇവിടെ ഉണ്ട്. എല്ലാ വണ്ടികളും തിരിക്കുക, വട്ടം തിരിക്കുക. ഭയങ്കര ബ്ലോക്ക്. ഇവിടെ ഒരു അമ്പലമൊക്കെ ഉണ്ട് അവിടെ. കണ്ടോ? ഇവിടെ ഇട്ട് കഴിഞ്ഞ് തിരിച്ചു പോകാം. ബസ് തിരിക്കണുണ്ടോ? കോവിലൂർ സ്റ്റാൻഡിലതേ ഇവിടെ വട്ടവട ബസ് ഇവിടെ വന്ന് നിർത്തി ഒതുക്കിയിട്ട് വെക്കണം. നമ്മളിവിടെ നിന്ന് ഇങ്ങോട്ട് പോകട്ടോ. ഇവിടുത്തെ ചെറിയ ഗ്രാമപ്രദേശങ്ങൾ പോലത്തെ ഇവിടുത്തെ വീടുകളും കാര്യങ്ങളും നിങ്ങൾ കണ്ടോ? ഇവിടെ ഉള്ളിയൊക്കെ ഇതുപോലെ വിൽക്കാൻ വെച്ചിട്ടുണ്ട്. ഉള്ളി, ബിരിയാണി സാധനങ്ങൾ. ആ, വണ്ടിയൊക്കെ കിടക്കുന്നുണ്ട്. ഇവിടെ ബ്ലോക്കാന്ന് എനിക്ക് തോന്നുന്നത്. റോഡ് പോകുമ്പോഴാണ് കാഴ്ചയിലൂടെ പോണേ. വഴിയൊക്കെ ഭയങ്കര മോശമാണ്, പൊളിഞ്ഞെടുക്കുക. ഇവിടെ മാർക്കറ്റാണോ? ഈ വണ്ടിയുടെ ഇവിടെ മാർക്കറ്റാണ്. അതാണ് ഇവിടെ ലോറിയൊക്കെ വന്ന് നടക്കണേന്നാണ് പറഞ്ഞത്. കേട്ടോ, വഴിക്ക് ഒട്ടും വീതി ഇല്ല. ആണോ? വണ്ടിയൊക്കെ ഇങ്ങനെ ക്യൂല് നടക്കണം. ഇവിടെ ചെന്നിട്ട് താഴോട്ടിറങ്ങി പോകാനൊക്കെ വഴി ഉണ്ട്. നമ്മളെ വഴിക്ക് പോകും.
ഇവിടെ മൊത്തം തമിഴിലെ എല്ലാ ബോർഡും എല്ലാം തമിഴിലാണ് എഴുതി വെച്ചിട്ടുണ്ടോ. എല്ലാം തമിഴാ, ഫുൾ തമിഴായിരിക്കുന്നുണ്ടോ. മലയാളികളില്ല, ഫുള്ള് തമിഴ്. അതെ ഇവിടെ എന്നാണ്ട് ഇതൊക്കെ എഴുതി വെച്ചിട്ടുണ്ടോ, ഒന്നും മനസ്സിലാവണില്ല. ഫുള്ള് തമിഴ് ആൾക്കാരാണ്. ശരിക്കും തമിഴ്നാടെന്ന് തന്നെ പറയാം അല്ലേ. ഈ വണ്ടി കയറി കൊണ്ട് ഫുള്ള് ബ്ലോക്കാണ്. ഇവിടെ ഒരു അമ്പലമൊക്കെ ഉണ്ടോ. അതെ ആ തമിഴ്നാട്ടിൽ ചെന്ന ഒരു പ്രതീതി എനിക്ക് തോന്നുന്നുണ്ടോ. അതെ അമ്പലമൊക്കെ ഉണ്ടോ, തമിഴ്നാട് പോലെ തന്നെ സെയിം. ഗായ്സ് ഓഫ് റോഡ് ഗായ്സ് കണ്ടോ, എല്ലാവരും ഓഫ് റോഡിങ്. ആ കൂല് കേട്ടാൽ നിങ്ങൾ ഇതിൻ്റെ ഉള്ളിൽ ഇങ്ങനെ കുറെ കുറുക്കന്മാരുണ്ട്. ആ കുറുക്കന്മാരാട്ടോ കൂലിയ, ബാക്കിലെ കുറുക്കന്മാർ ആണ്. ഫ്രണ്ടിൽ ബൈക്കിൽ പോണവര് ക്ലച്ച് കത്തി കത്തി ഭയങ്കര സ്മെല്ല്. കൂണുണ്ടോ, അതുകൊണ്ട് കൂണം കലി എന്ത് ചെയ്യാ. ആ കൂവിക്കോ. ആ കൊള്ളാം, നല്ല കൂറ്. പക്ഷെ സൗണ്ട് അത്ര പോരാ. ഓ ഇവിടെ കൊള്ളാം, അടിപൊളി. അതെ ഇവിടെ തമിഴ്നാട് സ്റ്റൈലിൽ ആളുകൾ താമസിക്കുന്ന വീടുകളും ഒക്കെ ഉണ്ടോ, പഴയ വണ്ടികളും. ആ ഇവിടുന്ന് അപ്പുറത്തേക്ക് നോക്കുമ്പോൾ വേറെ ഒരു പ്രദേശം പോലെ, വലിയൊരു ലോകം പോലെ, മല, വലിയൊരു മല പോലെ കാണാം. ഇവിടെ ജീപ്പൊക്കെ കിടക്കുന്നുണ്ട്, ട്രിപ്പ് അടിക്കാൻ അടിപൊളി 2 ജീപ്പുകൾ കിടക്കുന്നുണ്ട് ഗായ്സ്. ഓഫ് റോഡ് ഓഫ് റോഡ് ഓഫ് റോഡ് ഇതാണ് ഓഫ് റോഡ്. കണ്ടോ കണ്ടോ അതെ. താഴെ എന്താ ചെയ്യാം, വഴി മൊത്തം കിടക്കണം, കുഴപ്പമില്ല. ആ വട്ടവടയുടെ വസന്ത എവിടെയാണാവേ, ഈ താഴെ കണ്ടോ. കൊള്ളാം, ഇന്നോവ കയറിയുണ്ട്, സിമ്പിളായിട്ട് കയറിയുണ്ട്, ഒരു കുഴപ്പമില്ല കാശ്. അപ്പോൾ നമ്മൾ പോകുന്നതായിരിക്കും താഴോട്ട്. ശരിക്കും ഈ വട്ടവടയുടെ ഉള്ളിലേക്ക് ഇങ്ങനെ ഇറങ്ങി വന്നല്ലോ ഇതുപോലെ ഗ്രാമങ്ങളിലേക്ക്. കിഴക്ക് ഭാഗം ഇതേ കോവിൽ, ഇവിടെ ഒരു കോവിലൊക്കെ ഉണ്ട് കേട്ടോ ഗായ്സ്. കണ്ടോ ഇവിടുത്തെ വീടുകളൊക്കെ ഉണ്ടോ, ഒരു പ്രത്യേക വീട്, തമിഴ്നാട്ടിൽ ചെന്ന പോലെ ആ തമിഴ് രീതിയിലുള്ള വീടുകളാണ് മൊത്തം. അടിപൊളി. അവിടെ ഇങ്ങനെ തട്ട് തട്ടായിട്ട് ടർഫ് കൃഷി എന്നാണ് കളിയാ പറയണേന്. ടർഫ് എന്നല്ല പറഞ്ഞേ, ഇതിങ്ങനെ കൃഷി ചെയ്യണേന് തട്ട് തട്ടായിട്ട് ടർഫ്. വീടൊക്കെ നിങ്ങൾ നോക്കി കണ്ടോ, നല്ല കളർഫുള്ള് വീടുകൾ ആണ്, തിളങ്ങിയൊക്കെ ഉണ്ട്. അതാണ് ഓഫ് റോഡ് വണ്ടി കയറിയാലുണ്ടോ മൊത്തം തകർന്നില്ല. നമ്മളിത് ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ കണ്ടാണ് വില്ലേജ് ഓഫീസ് വട്ടവട. കണ്ടോ ഇവിടെ ഒത്തിരി കടകളും കാര്യങ്ങളും, ഓഫ് റോഡ് ജീപ്പുകളാണ് ഫുള്ള് ഇതിലൂടെ തകർത്തോണ്ടിരിക്കുന്നത്. കണ്ടോ അപ്പോൾ നമ്മൾ ഞങ്ങളുടെ വേണമെന്നറിയാമോ, സ്ട്രോബെറി തോട്ടം കാണാം അല്ലേ. ആ സ്ട്രോബെറി തോട്ടം. അതെ എന്നാ പറഞ്ഞേ, ആ പൂവിൻ്റെ പറഞ്ഞാൽ സൂര്യകാന്തി, സൺഫ്ലവർ. അതൊക്കെ കാണാൻ വേണ്ടി നമ്മൾ പോവാണ് ഗൈസ്. പോകുന്ന വഴിക്ക് ഉള്ള കാഴ്ചകൾ കാണിച്ചു തരാം.